ഇന്ന് നമുക്ക് സെമി സിൽക്കിൽ ക്രീം കളർ സാരിയിൽ സെൽഫ് ടോൺ തന്നെ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. ബേസ് കളർ എല്ലാം ക്രീം തന്നെയായിരിക്കും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2890 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്കൊരു ഹോളി കമ്മ്യൂണിയൻ, ബാപ്റ്റിസം, അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ തലേ ദിവസം അങ്ങനെയൊക്കെ ഉടുക്കാനായിട്ട് നമുക്ക് നല്ല സാരീസാണ്. ക്രീമാണ് ബേസ് കളർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ എല്ലാ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ അതൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക. അവരിൽ നിന്ന് നമ്മൾ നറുക്കിട്ട് വിന്നേഴ്സിനെ തിരഞ്ഞെടുത്ത് അവർക്ക് നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന ഈ ക്രീം കളർ സാരീസിൻ്റെ കളക്ഷൻ ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വന്നിരിക്കുന്നത് ബേസ് കളർ എല്ലാത്തിൻ്റെയും ക്രീം ഷെയ്ഡാണ്. എല്ലാ സാരീസിനും നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ക്രീം ഷെയ്ഡിൽ തന്നെ ഡിഫറെൻറ്റ് വർക്കാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, ഉടുക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലുമാണ്. ഉടുത്താൽ നല്ല രസമാട്ടോ. ഇത് ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇതാണ് ഇതിൻ്റെ മുന്താണി പോർഷൻ വരുമ്പോൾ ഇതേപോലെ മുന്താണി വരും. രണ്ട് സൈഡിലും ബോർഡേഴ്സ് വരും. ബോഡി ഫുൾ ഈ ഒരു വർക്കാണ് വരുന്നത്. ശരിക്കും നമ്മുടെ ഒരു ടസർ സാരി കൊടുത്ത് അതേ ഫീലിൽ നിൽക്കും. ഇത് കണ്ടോ, ഇത് നമ്മുടെ ദേശി ടസറിൽ വന്നിരിക്കുന്ന സാരീസാണ്. ദേശി ടസറിൽ വന്നിരിക്കുന്ന സാരീസിൽ ഇതേപോലെ സെൽഫ് ടോൺ വെച്ചിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസ്. ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ 8950 വരും. അപ്പം ഇതേപോലെ ഒരു സാരി കൊടുത്ത് അതേ ലുക്കിൽ നിൽക്കും നമുക്ക് ഈ സാരി കൊടുത്താലും. ഏകദേശം കളറും ആ ഒരു ഇതിനോട് സാമ്യമുള്ളത്, ദേശി ടസറിൻ്റെ ബേസ് കളറിനോട് സാമ്യമുള്ളൊരു ഷെയ്ഡുമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇത് സാരി നമ്പർ 1. പിന്നെ ഇതിൻ്റെ നമ്മൾ ഫ്രണ്ടിൽ പ്ലീറ്റ് ഇടുന്ന ഭാഗത്തേക്ക് വരുമ്പം നമുക്ക് സാധാരണ എംബ്രോയിഡറി സാരീസിൽ വരുന്ന പോലെ തന്നെ ആ ലോവർ ഹാഫിലാണ് വർക്ക് വരുന്നത്. ഇതേപോലെ ലോവർ ഹാഫിലായിരിക്കും വർക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോഴും നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ബ്ലൗസാണ്. ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും ഈ ഒരു വർക്ക് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളറും നല്ല സാരീസും ആട്ടോ. അപ്പോൾ നമുക്ക് ഏത് ഒക്കേഷനും ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസാണ്. എന്നാൽ ഒരു എംബ്രോയിഡറി വർക്കൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു റിച്ച് ലുക്കിൽ നിൽക്കുകയും ചെയ്യും. 2890 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമുക്കൊരു പേളിൻ്റെ സെറ്റൊക്കെ ഇട്ട് പെയർ ചെയ്താൽ നല്ല അടിപൊളി സാരീസാണ്. സാരി നമ്പർ 1. സാരിയുടെ നമ്പർ ഇടാൻ മറക്കരുത് കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയും, എല്ലാവരും മറന്നു പോകും. പിന്നെ രണ്ടാമത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടാമത് പിന്നെയും പോയി വീഡിയോ നോക്കിയിട്ട് വേണ്ട ഇടാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നത്. സാരി നമ്പർ 2. സാരി നമ്പർ 2 കണ്ടോ. സാരി നമ്പർ 2ൻ്റെ ബോഡിയിൽ ഓൾ ഓവർ ദ ബോഡി ഇതേപോലെ ഒരു ഡിസൈൻ, എന്നിട്ട് രണ്ട് സൈഡിലും ഇതേപോലെ ബോർഡർ. ഇത് സെമി സിൽക്കിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസാണ് കേട്ടോ. ഏത് വർക്കാണോ അതിൻ്റെ ബോർഡറിൽ വന്നിരിക്കുന്ന ആ വർക്ക് തന്നെയായിരിക്കും ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിലും വന്നിരിക്കുന്നത്. ഇതാണ് ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിൽ വന്നിരിക്കുന്ന വർക്ക്. സാരി നമ്പർ 2. സാരി നമ്പർ 3. സാരി നമ്പർ 3 വരുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. സാരി നമ്പർ 3 ഉണ്ട്. ബോർഡർ ഇങ്ങനെ വരും. ഇതിന് മുന്താണിയുടെ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. സാരി നമ്പർ 3. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ നമ്മുടെ ഇതുണ്ടോ, ബോർഡറിൽ വന്നിരിക്കുന്ന അതേ ഡിസൈനാണ് ബ്ലൗസിലും വന്നിരിക്കുന്നത്. സാരി നമ്പർ 3. സാരി നമ്പർ 4. സാരി നമ്പർ 4. സാരി നമ്പർ 4ൻ്റെ വർക്ക് ഇങ്ങനെയാണ് കേട്ടോ. ബോർഡറിൻ്റെ വർക്കൊക്കെ ഉണ്ട്. ഇതൊന്ന് ക്ലോസർ വ്യൂ കാണിച്ചു കേട്ടോ. ബോർഡറിൻ്റെ വർക്കൊക്കെ. സാരി നമ്പർ 4 ബോഡിയിലേക്ക് വർക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവെൻ്റ് വരുമ്പോഴും ഇതേപോലെയാണ് വർക്ക് വരുന്നത്. ഉണ്ടോ, ഈ ഒരു വർക്ക് വരും ബ്ലൗസിൻ്റെ. നമുക്ക് ആ ബോർഡറിൽ വന്നിരിക്കുന്ന അതേ വർക്ക് തന്നെ. സാരി നമ്പർ 4. സാരി നമ്പർ 5 വരുമ്പോൾ ഇതാണ് അതിൻ്റെ. പിന്നെ ഇതിൻ്റെ ഈ ടാസിൽസ് ഒക്കെ ഇത് ടാസിൽസ് ഇങ്ങനെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഒരു ക്രോഷ്യോ ലേസ് പാറ്റേൺ പോലെ കൊടുത്തിട്ട് അതിനകത്ത് ടാസിൽസ് അറ്റാച്ച്ഡ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. സാരി നമ്പർ 5. സാരി നമ്പർ 6 വരുമ്പോൾ ഇതാണ് സാരി നമ്പർ 6.
ഇതിൻ്റെ വൺ സൈഡ് ബോർഡർ, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴെ ഇങ്ങനെ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്താണ് ഈ ഒരു ബോർഡർ വരുന്നത്. മുന്താണിയും ആ ഒരു ബോർഡർ തന്നെ വരും. എന്നിട്ട് ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും നമുക്ക് ഇതാണ് ആ ബോർഡറിൽ വന്നിരിക്കുന്ന അതേ ഡിസൈൻ തന്നെയാണ് ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും വരുന്നത്. സാരി നമ്പർ 6. പിന്നെ ഇവിടെ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്ത്, നമ്മുടെ ഫ്രണ്ടിൽ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തെല്ലാം ആ ഒരു വർക്ക് വരും കേട്ടോ. ഇതേ ഉണ്ടോ, ഇങ്ങനെ ഈ വർക്ക് ഫ്രണ്ടിൽ പ്ലീറ്റ് എടുക്കുന്നിടത്തെല്ലാം വരും. സാരി നമ്പർ 6. സാരി നമ്പർ 7 വരുമ്പോൾ ദേ ഇത് കാണിച്ചതല്ലേ ഈ ഒരു മാംഗോ പീസ് അല്ലേ വന്നതാ. സാരി നമ്പർ 7 എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല, വ്യത്യാസമില്ല. സാരി നമ്പർ 7 എനിക്കൊന്ന് ആദ്യം കാണിച്ചു. അതിൻ്റെ നമ്പർ എത്രയാണ്? 4. 4 7 സെയിം തന്നെ, നമ്പർ ഇട്ടത് മാറിപ്പോയതാണ്. അടുത്ത് വരുന്ന സാരി നമ്പർ 8 വരുമ്പം ഓൾ ഓവർ ദ ബോഡി വർക്കില്ല, ഇങ്ങനെ ഇൻ ബിറ്റ്വീൻ, അതായത് സ്കാറ്റേർഡ് ആയിട്ടാണ് ഇതിനകത്ത് വർക്ക് വന്നിരിക്കുന്നത്. എന്നിട്ട് ബോർഡറും മുന്താണി. സാരി നമ്പർ 8. സാരി നമ്പർ 9 വരുമ്പോൾ ദേ ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. ശ്രദ്ധിച്ച് നോക്കിക്കോട്ടോ, ഈ വർക്കിൽ ചെറിയ ചെറിയ ഡിഫറൻസസ് ഒക്കെയാണ് വരുന്നത്. സാരി നമ്പർ 9. സാരി നമ്പർ 10. 10ൻ്റെ വർക്ക് ഇത് ഇങ്ങനെ വരും. സാരി നമ്പർ 10. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ സെമി സിൽക്കിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. എല്ലാം ഒരു ബേസ് കളർ ക്രീം ഷെയ്ഡാണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ എല്ലാം ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എയിൻസ് ബൊട്ടീക്ക് എന്നാണ്. എയിൻസ് ബൊട്ടീക്കിലിടുന്ന എല്ലാ വീഡിയോസും അതിനകത്തിടുന്ന എല്ലാ പോസ്റ്റുകളും എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് എടുക്കുക, നമ്മുടെ ഫോണിൽ യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു കണ്ണാടിയുടെ ഷേപ്പിലുള്ള ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് എയിൻസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. എയിൻസ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ എയിൻസ് ബൊട്ടീക്ക് എന്ന് വരും. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്തു. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് എയിൻസ് എന്നുള്ള എംബ്ലത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് എന്ന് കിടപ്പുണ്ട്. ആ സബ്സ്ക്രൈബ്ഡ് എന്ന് കിടക്കുന്നതിൻ്റെ ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്. ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ആ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഇനി അത് നമ്മൾ എങ്ങനെ എടുക്കണം, എങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷൻ എവിടെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഹോം പേജിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഹോം എന്നുള്ള ഇവിടെ ഒരു താഴെ കാണുന്ന ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിലൊരു ബെൽ ബട്ടൺ കാണും. ആ ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് എയിൻസ് ബൊട്ടീക്ക് അപ്ലോഡഡ് ചുരിദാർ മെറ്റീരിയൽസ്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റായിട്ട് നമ്മൾ വീഡിയോസിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ എല്ലാ വീഡിയോസും നമുക്ക് കാണാനായിട്ട് പറ്റും. താങ്ക്